ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൻ്റെ കാര്യത്തിൽ ഈ മേഖലയിൽ അടുത്തിടെ വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏകജാലക സംവിധാനത്തിലൂടെ ബിസിനസ് തുടങ്ങാനും കെ-സ്വിഫ്റ്റിലൂടെ ഓഫീസ് കയറി ഇറങ്ങിയുള്ള അലച്ചിലുകൾ ഒഴിവാക്കാനും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കേരളത്തിൽ 3.5 ലക്ഷം MSMEകളാണ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ നിന്ന് 31% സ്ത്രീകളാണ് അത് നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എൻ്റർപ്രണർഷിപ്പിൻ്റെ കൾച്ചറൽ മാറ്റമാണ് കാണിക്കുന്നത്. മടങ്ങി വരുന്ന പ്രവാസികളുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങണം. അവർ വെറും നിക്ഷേപകർ മാത്രമല്ല, നമ്മുടെ വളർച്ചയുടെ എഞ്ചിനുകളാകണം. റിവേഴ്സ് മൈഗ്രേഷൻ എന്നാൽ ആളുകൾ വെറുതെ നാട്ടിലേക്ക് മടങ്ങുക എന്നല്ല, മറിച്ച് വിദേശത്ത് നേടിയ അറിവും സാങ്കേതികവിദ്യയും മൂലധനവും സ്വന്തം നാട്ടിൽ വിനിയോഗിക്കുക എന്നതാണ്. മികച്ച ഇൻ്റർനെറ്റ് സൗകര്യവും പ്രകൃതി ഭംഗിയുമുള്ള കേരളം വിദേശ കമ്പനികളിൽ ജോലി ചെയ്ത മലയാളി IT പ്രൊഫഷണലുകൾക്ക് നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ വിദേശത്തെ ആധുനിക കൃഷിരീതികൾ പഠിച്ചു വരുന്ന യുവാക്കൾക്ക് കേരളത്തിലെ കൃഷി മേഖലയെ ലാഭകരമായ ഒരു വ്യവസായമാക്കി മാറ്റാൻ സാധിക്കും. വിദേശത്തെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചവർക്ക് കേരളത്തെ ലോകത്തിൻ്റെ വെൽനസ് ഹബ്ബാക്കി മാറ്റാനുള്ള കരുത്തുണ്ട്. നമുക്ക് വേണ്ടത് വെറുമൊരു മടക്കയാത്രകളല്ല, അഭിമാനത്തോടെയുള്ള മടങ്ങി വരവുകളാണ്.